ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു പുതിയ കഥ കേൾക്കാം. അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ. ഉമ്മയുടെ ഉറക്കെയുള്ള ചീത്തവിളി കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. ഇന്ന് എന്താണാവോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഞാൻ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അല്ല, എഴുന്നേറ്റോ? ഡാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് നേരത്തെ എഴുന്നേക്കണമെന്ന്, നമുക്ക് കല്യാണത്തിന് പോകാനുണ്ടെന്ന്. അതെങ്ങനാ? കല്യാണം എൻ്റെ കുടുംബത്തിലല്ലേ, അതുകൊണ്ടായിരിക്കും നിനക്ക് വരാൻ മടി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ പിന്നെയും തുടങ്ങി. അതിനെന്താ ഉമ്മ, നേരം ആകുന്നതല്ലേ ഉള്ളൂ, അതിനിങ്ങനെ ചാടിക്കളിക്കുന്ന എന്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നൂരാൻ ശ്രമിച്ചു. ഉമ്മയുണ്ടോ വിടുന്നു. നിനക്ക് സമയം എത്രയെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഉമ്മ എന്നെ ഒന്ന് നോക്കി. അപ്പോഴാണ് ഞാൻ ഓർത്തത് സമയം 11 മണിയായിരിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങി. കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും ഉമ്മയും ഒരുങ്ങി റെഡിയായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വേഗം കല്യാണ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ സൈനു, 21 വയസ്സ്, ഉമ്മയുടെയും ഉപ്പയുടെയും ഏക മകൻ. ഉപ്പ ഗൾഫിലെ മരുഭൂമിയിൽ ഞങ്ങൾക്കായി അധ്വാനിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഗൾഫുകാരുടെയും മക്കളെയും പോലെ അല്ലലില്ലാതെ ഞാനും ജീവിക്കുന്നു. ഇനി ഇതിലെ കഥാനായികയെപ്പറ്റി പറയാം. ഉമ്മയുടെ വകയിലൊരു ബന്ധുവാണ്. കാണാൻ സുന്ദരി, ഏകദേശം സിനിമാ നടിയെപ്പോലെ തന്നെ, വെളുത്ത നിറം, ആര് കണ്ടാലും ഒന്ന് ആഗ്രഹിക്കും. അവരെ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്വന്തമാക്കിയതെന്നാണ് ഞാൻ ഈ കഥയിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ തുടങ്ങാം അല്ലേ? അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിച്ചേർന്നു. ഒരുപാട് പേര് വന്നു. ഉമ്മയുടെയും എൻ്റെയും വിശേഷങ്ങളെല്ലാം തിരക്കി. ഞാനും ഉമ്മയും വളരെ സന്തോഷത്തോടെ അവർക്കെല്ലാം മറുപടി നൽകിക്കൊണ്ടിരുന്നു. ഉമ്മയുടെ സ്വന്തക്കാരെ കണ്ടുമുട്ടിയ സന്തോഷത്തിൽ ഉമ്മ അവരുമായി സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പന്തലിലേക്ക് വന്നിരുന്നു. കസേരയിലിരുന്ന് എല്ലാം നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അടുക്കിലേക്ക് ഒരു കൊച്ചുകുട്ടി വന്ന് നിന്നു. അവൾ ഞാനിരിക്കുന്ന കസേരയുടെ ഇടയിൽ കയറി ഒളിച്ചു നിന്നുകൊണ്ട് ആരെയോ നോക്കുന്നു. ഇടയ്ക്ക് എന്നെയും നോക്കുന്നുണ്ടായിരുന്നു. കാണിച്ചു കൊടുക്കല്ലേ എന്ന ഒരു മുഖഭാവത്തോടെ. അവളുടെ ഓരോ പ്രവൃത്തിയിലും എന്നിൽ എന്തൊരു സന്തോഷം വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കൊച്ചുകുട്ടികളുടെ പ്രവൃത്തികളും കളികളും കാണുമ്പോൾ നമുക്ക് തോന്നുന്ന അതേ അനുഭവം. അങ്ങനെ അവളുടെ കളിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ആ നിമിഷം വന്നു ചേർന്നത്. എടി, നീ ഇവിടെ ഇരിക്കുകയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കിളിനാദം എൻ്റെ കാതിൽ മുഴങ്ങി. ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയതും ഞാൻ ഞെട്ടിപ്പോയി. ഏതോ ഒരു മായാലോകത്ത് എത്തിയ പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അവൾ അപ്പോഴേക്കും എന്നെ ചാരി ഒളിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്തു ചെയ്യുമെന്നറിയാതെ ഞാനും നിന്നു. അവളെ ഒന്ന് എടുത്തു തരുമോ സൈനു എന്നുള്ള ആ ചോദ്യത്തിൽ ഞാനാകെ അമ്പരന്ന് പോയി. ഇവൾക്കെങ്ങനെ എൻ്റെ പേരറിയാം? ഞാൻ ഇതുവരെ ഇവരെ കണ്ടിട്ടില്ല. ഇവരാരാണെന്ന് പോലും എനിക്കറിയില്ല എന്നാലോചിച്ചുകൊണ്ട് ഞാനിരുന്നു. സൈനു, അവളെ ഒന്ന് എടുത്തതാടാ എന്ന സ്നേഹത്തോടെയുള്ള അവളുടെ അപേക്ഷ കേട്ടതും എനിക്കൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അനങ്ങാനാകാത്ത ഒരവസ്ഥയിലായിപ്പോയി ഞാൻ. കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. അവളെ ഞാൻ എൻ്റെ കസരയുടെ പിറകിൽ നിന്നും എടുത്ത് അവളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അപ്പോഴേക്കും ആ കുഞ്ഞ് എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും കാണാനും ആസ്വദിക്കാനുമുള്ള അവസ്ഥയിലല്ലായിരുന്നു ഞാൻ. ആ സൗന്ദര്യത്തിന് മുന്നിൽ എല്ലാം മറന്നുപോയി നിൽക്കായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞിനെയും എടുത്ത് അവൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിരുന്നു. ആ കുഞ്ഞുമോളുടെ കളിയും ചിരിയും മനസ്സിൽ നിന്നും മായാത്ത പോലെ എന്തോ ഒരടുപ്പം അവളിലേക്ക് എന്നെ വലിച്ചയക്കുന്ന പോലെ ഒരു ഫീലിങ്സ് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അത് കുഞ്ഞിനോടുള്ള വാത്സല്യമാണോ അതോ അവളെ എടുക്കാനായി വന്ന അവളുടെ ഉമ്മയുടെ സൗന്ദര്യത്തോടാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കുഞ്ഞിനെയും എടുത്ത് അവർ എൻ്റെ കൺമുന്നിൽ നിന്നും മറഞ്ഞു. കല്യാണ വീടായതുകൊണ്ട് തന്നെ
ഒച്ചയും ബഹളത്തിനും യാതൊരു കുറവുമുണ്ടായില്ല. പക്ഷേ ആ ബഹളത്തിനിടയിലും എൻ്റെ മനസ്സ് അതാരായിരിക്കുമെന്ന ഒരു ചിന്തയിൽ തന്നെയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും ഉമ്മ എൻ്റെ അടുക്കലേക്ക് വന്നു. "ആ, നീ ഇവിടെ ഇരിക്കായിരുന്നു. നീ ഒന്ന് അകത്തേക്ക് വന്നേ. നിന്നെ ചോദിച്ചു കുറേ പേർ എനിക്കൊരു സൗകര്യവും തരുന്നില്ല. നീ ഒന്ന് വന്ന് അവരോടൊക്കെ ഒന്ന് മുഖം കാണിച്ചു പോര്" എന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ഒരു മടിയും കൂടാതെ ഞാൻ അകത്തേക്ക് പോകാനായി എഴുന്നേറ്റു. ഉമ്മയുടെ കൂടെ പന്തലിൽ നിന്നും ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ഉമ്മ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരോടും ചിരിച്ച മുഖത്തോടെ ഞാൻ പ്രതികരിച്ചു കൊണ്ടിരുന്നു. ഓരോരുത്തരായെന്ന് പറയാനാവില്ല, എല്ലാവരും വന്ന് പരിചയപ്പെട്ടുകൊണ്ടിരുന്നു. എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും തിരക്കുന്നുണ്ട്. എല്ലാത്തിനും തിരിച്ച് തലയാട്ടിയും ചിരിച്ചും മറുപടി പറഞ്ഞും ഞാൻ അവരോടെല്ലാം അടുത്തുകൊണ്ടിരുന്നു. ഇടയ്ക്കൊരു വല്യമ്മ കയറി എന്നോട് ചോദിച്ചു, "നീ ഹസയുടെ മോനല്ലേ? ആ, ഇപ്പോഴെങ്കിലും നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ" എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ചു. "ആ ഉമ്മുമ്മ, എനിക്കും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ" എന്ന് ഞാനും പറഞ്ഞു. "ആ മോളെ" എന്നുള്ള വിളിക്ക് ഉത്തരം എന്നോണം എൻ്റെ മുന്നിൽ വന്ന് നിന്നത് കുറച്ചു മുന്നേ എന്നെ അതിശയിപ്പിച്ച ആ ഒരു സൗന്ദര്യമായിരുന്നു. "എന്താ ഉമ്മ" എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഞങ്ങൾക്കിടയിലേക്ക് വന്നു. "മോളെ, നിനക്ക് ഇവനെ അറിയുമോ" എന്ന് ചോദിച്ചു ആ ഉമ്മ അവരോട്. "ആ, അവൻ്റെ ഉമ്മ ഇപ്പോൾ സംസാരിച്ചേ ഉള്ളൂ" എന്ന് പറഞ്ഞുകൊണ്ട് ആ സൗന്ദര്യവതി എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ഞാൻ തിരിച്ചു. അപ്പോഴേക്കും വേറെ ആരൊക്കെയോ കണ്ട് ആ ഉമ്മ അവരുടെ അടുത്തേക്കൊന്ന് നീങ്ങി. ഇപ്പോൾ ഞാനും ഇത്തയും മാത്രം. എനിക്ക് എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. അവരെ കണ്ടപ്പോൾ മുതൽ ഞാൻ എന്നെ തന്നെ മറന്നു പോയതുപോലെ. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അവർ തന്നെ മുൻകൈ എടുത്ത് ഞങ്ങളുടെ ഇടയിലെ മൗനത്തെ മറികടന്നു. "സൈനു, എന്തു പറ്റി?" എന്നും ചോദിച്ചുകൊണ്ട് അവർ സ്വയം അവരെ പരിചയപ്പെടുത്തി. "നിനക്ക് എന്നെ മനസ്സിലായോ?" എന്ന് ചോദിച്ചു. "ഇല്ല, എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഒന്ന് രണ്ട് പേരെ, അതും എൻ്റെ അമ്മായിമാരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ" ഞാൻ പറഞ്ഞു. "ഹൗ ഭാഗ്യം, അമ്മായിമാരെയെങ്കിലും നിനക്ക് പരിചയമുണ്ടല്ലോ" എന്നും പറഞ്ഞ് ഇത്ത എന്നെ ഒന്ന് കളിയാക്കി. "അല്ല, നിങ്ങളെന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ച് വരുത്തിയതാണോ" എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്തയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. "കളിയാക്കേണ്ടതാണെങ്കിൽ കളിയാക്കിയല്ലേ പറ്റൂ" എന്നും പറഞ്ഞുകൊണ്ട് അവർ തുടർന്നു. "അല്ല, സ്വന്തം ഉമ്മയുടെ വീട്ടുകാരായാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമോ" എന്നും ചോദിച്ചു. ഇത്ത, "അതിന് ഞാൻ അധികമൊന്നും ഇവിടേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് അധികം ആരെയും എനിക്കറിയില്ല" ഞാൻ പറഞ്ഞു. "അത് തന്നെ അല്ലേടാ ഞാനും പറഞ്ഞത്. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നാലല്ലേ എല്ലാവരെയും അറിയാൻ പറ്റൂ, ആരൊക്കെ എന്തൊക്കെയാണെന്ന്" ഇത്ത പറഞ്ഞു. "എന്നെ നിനക്ക് മനസ്സിലായോ?" എന്നിത്ത എന്നോട് ചോദിച്ചു. "ഇല്ല, എനിക്ക് മനസ്സിലായില്ല" ഞാൻ പറഞ്ഞു. "എൻ്റെ പേരെങ്കിലും അറിയോ നിനക്ക്?" ഇത്ത ചോദിച്ചു. "അത് ഇല്ല" എന്നും പറഞ്ഞ് ഞാനൊരു ചെറിയ ചിരി ചിരിച്ചു. ഈ സമയം ഇത്തയുടെ മകൾ ഇത്തയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്നു. "ആ, ഇവളുടെ ഉമ്മയാണെന്നറിയാം" എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ വീണ്ടും നോക്കി. അതേറ്റുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മനസ്സിൽ ഒരുപാട് സന്തോഷിച്ചു. അതായത്, നമ്മൾ ആരെ കണ്ടുകൊണ്ടിരിക്കുന്നോ, കൂടുതൽ ആഗ്രഹിക്കുന്നോ, അവർ നമ്മുടെ മുന്നിൽ വന്ന് പല ഭാവങ്ങളോടെ നമ്മളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ നമുക്കല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മനസ്സിൽ ലഭിക്കുന്ന ഒരു കുളിർമ നിറഞ്ഞ അവസ്ഥയിലൂടെയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സ് പോയിക്കൊണ്ടിരുന്നത്. "ഹോ, അതെങ്കിലും അറിയാലോ" എന്നും പറഞ്ഞുകൊണ്ട് ഇത്തേനെ നോക്കി നിന്നു. അപ്പോഴേക്കും ഉമ്മ ഞങ്ങളുടെ ഇടയിലേക്ക് കട്ടുറുമ്പിനെ പോലെ കയറി വന്നു. "സലീമ, നീ ഇവിടെ നിൽക്കായിരുന്നോ?" എന്നും ചോദിച്ചുകൊണ്ടായിരുന്നു ഉമ്മയുടെ വരവ്. "ആ, അപ്പോൾ സെലീന എന്നാണല്ലേ പേര്" എന്ന് അവർ കേൾക്കും വണ്ണം ഞാൻ ഉച്ചത്തിലൊന്ന് ചോദിച്ചു. "മോളുടെ പേരെന്താ?" എന്നും ചോദിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. സെലീനയാണ് അതിന് മറുപടി പറഞ്ഞത്. "ഷൈമ സിബി"
എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ത അവളെയും എന്നെയും നോക്കി. അപ്പോഴേക്കും ഉമ്മ അടുത്തെത്തിയിരുന്നു. ആ നല്ല പേര് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ വീണ്ടും നോക്കി. അങ്കിളുടെ പേരെന്താ എന്ന് കുഞ്ഞ് എന്നോട് തിരിച്ചു ചോദിച്ചു. എൻ്റെ പേരോ സൈനുൽ ആബിദ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്തയെ നോക്കി. ഇത്ത ചിരിച്ചുകൊണ്ട് സൈനു അങ്കിൾ എന്നവളോട് തിരുത്തി പറഞ്ഞു കൊടുത്തു. ആഹാ, പരിചയപ്പെട്ട് കഴിഞ്ഞോ മോളെ എന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ ഉമ്മ അവളെ എടുത്തുയർത്തി. അവൾ ചിരിച്ചുകൊണ്ട് ഉമ്മയിലേക്ക് ചാഞ്ഞു. നിനക്കിവരെയൊക്കെ മനസ്സിലായോടാ എന്നും ചോദിച്ചുകൊണ്ട് ഉമ്മ തുടർന്നു. അതെങ്ങനെ അമ്മായി, ഇവൻ ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടാകും. ഇവരിങ്ങോട്ടൊന്നും വന്നാലല്ലേ എല്ലാം അറിയാൻ പറ്റൂ, ഇത്ത പറഞ്ഞു. ആ മോളെ, ഞാൻ എത്ര വട്ടം ഇവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഒന്ന് ഇവിടെ വരെ വന്ന് പോകാൻ. കേൾക്കില്ല. എങ്ങനെ, വാപ്പയുടെ മോനല്ലേ, ഇന്ന് തന്നെ വന്നത് എങ്ങനെയാണെന്ന് എനിക്കല്ലേ അറിയാൻ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ ഒന്ന് നെടുവേർപ്പെട്ടു. ഇനി വന്നോളൂ ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എൻ്റെ കണ്ണുകളും സെലീനയുടെ കണ്ണുകളും തമ്മിൽ എന്തോ പറയാൻ കൊച്ചു നിൽക്കുന്ന പോലെ. ഇത്തയുടെ കണ്ണുകളിൽ എന്തോ ഒരു തിളക്കം എനിക്ക് അനുഭവപ്പെട്ടു. ഇനിയും കൂടുതൽ അടുക്കും എന്നതിൻ്റെ സിഗ്നലാണോ, അതോ ഒരിക്കൽ പോലും കണ്ടുമുട്ടാത്തവർ തമ്മിൽ കണ്ടുമുട്ടിയതിൻ്റെ പ്രതികരണമാണോ എന്നറിയാതെ ഞാൻ അങ്ങനെ അവരുടെ ആ സൗന്ദര്യം ആസ്വദിച്ച് നിന്നുപോയി. മോളെ എന്നുള്ള ഉമ്മയുടെ വിളിയായിരുന്നു ഞങ്ങളുടെ ആ നിൽപ്പിന് തടസ്സമായി വന്ന് ചേർന്നത്. എടാ, ഇത് നമ്മുടെ ഷിബിലിയുടെ മോളും ഭാര്യയുമാടാ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ എന്നോട് അവരെ പരിചയപ്പെടുത്തി. ഉമ്മയുടെ വകയിൽ ഒരാങ്ങളുടെ മകനായിരുന്നു ഈ ഷിബിലി. അവരെ എനിക്ക് നേരത്തെ അറിയാം. അവർ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ജോലിയൊന്നും ശരിയാകാതെ നാട്ടിൽ കറങ്ങി നടന്ന് ഇടങ്ങേറി നടക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പയുടെ ഉപ്പ ജോലിയെടുക്കുന്ന കമ്പനിയിൽ ഒരു ഒഴിവ് വന്ന സമയത്ത് ഉപ്പ അവരെ ഗൾഫിലേക്ക് കൊണ്ടുപോയതായിരുന്നു. ഇപ്പോൾ ആ കമ്പനിയിൽ നല്ല ജോലിയൊക്കെയായി സുഖമായി ഇരിക്കുന്നു. അതിൻ്റെ ആ ഒരു ബഹുമാനവും നന്ദിയും അവർക്ക് ഉപ്പയോടുമുണ്ട്, അതുവഴി ഞങ്ങളുടെ കുടുംബത്തോടും. ഷിബിലിക്ക നാട്ടിൽ വരുമ്പോഴെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്, ഉപ്പ കൊടുത്തേക്കുന്ന സാധനങ്ങളുമായിട്ട്. അതുപോലെ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ അതെടുക്കാനായിട്ടും. ഇക്ക വരുമ്പോഴൊന്നും അധികം ഞാൻ വീട്ടിലുണ്ടാകാറില്ല. നമ്മുടെ പ്രായം അതാണല്ലോ, കൂട്ടുകാരുമായിട്ട് കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന പ്രായം. ഇടയ്ക്കെപ്പോഴോ വഴിയിൽ വെച്ച് മറ്റും കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ പ്രായം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു ഇക്ക. ആ പറഞ്ഞ് വിഷയത്തിൽ നിന്നും മാറിപ്പോയെന്നൊരു തോന്നൽ. പറയാതെ പറ്റില്ലല്ലോ, എല്ലാം ജീവിതത്തിലെ ഓരോ അർത്ഥങ്ങളല്ലേ. ഓ, ഇത് ഷിബിലക്കൻ്റെ മോളാണോ ഉമ്മ എന്നും ചോദിച്ചുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ നോക്കി. ഇതെല്ലാം കേട്ടുകൊണ്ട് അടുത്ത് സെലീനത്തെയും ഉണ്ടായിരുന്നു. ആ, അപ്പോൾ ഞങ്ങളെയൊക്കെ അറിയാം നിനക്ക് അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത ഉമ്മയെ നോക്കി. ഉമ്മ പറയുമ്പോഴല്ലേ മനസ്സിലായേ, ഞാൻ ഈ മുഖം ഇവിടെ കണ്ടു മറന്ന പോലെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ശരിക്കും ഇക്കയുടെ അതേ മുഖഭാവം അല്ലേ ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും കൊച്ചിനെ നോക്കി. കണ്ടോ അമ്മായി, ഇപ്പം അവൻ്റെ ഒരു സ്നേഹം, ഞങ്ങൾ ആരാണെന്ന് പോലും അറിയാതെ നോക്കുമായിരുന്നു അവൻ, ഇത്ത പറഞ്ഞു. എങ്ങനെ അറിയാനാ സെലീന, ഇവന് കുടുംബവും കൂട്ടൊന്നും വേണ്ടല്ലോ, കുറേ തലതെറിച്ചവന്മാരുടെ കൂട്ടുണ്ടല്ലോ, അത് മതിയല്ലോ. ഏതു നേരവും പന്ത് കളിയും അവന്മാരോടൊത്തുള്ള കറക്കമല്ല അവന്. അതല്ലേ ഈ പ്രായം, എല്ലാവർക്കും ഉണ്ടാവുന്നില്ലേ അമ്മായി, കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറിക്കോളും എന്നും പറഞ്ഞ് സെലീനിത്ത ഉമ്മയെ സമാധാനിപ്പിച്ചു. ആ ഒരു പ്രതീക്ഷ ഉണ്ട് വല്ലാണ്ട്, ഉമ്മ പറഞ്ഞു. അമ്മ എന്തിനാ പേടിക്കുന്നേ, കളി വല്ലാണ്ടായാൽ അവൻ്റെ ഉപ്പയോട് പറഞ്ഞ് ഒരു വിസ ശരിയാക്കി കൊടുക്കാം അല്ലേടാ സൈനു എന്നും പറഞ്ഞ് ഇത്ത എൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ലേലും വേണ്ട, ഞാൻ ഷിബിലേക്കയോട് പറയാം, ഇവൻ്റെ ഉപ്പയോട് പറയാൻ ഇവനൊരു വിസ ശരിയാക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇത്തൊരു ചെറിയ ചിരി ചിരിച്ചു. ആ, അത് കൊള്ളാം. ഇതിപ്പോൾ കല്യാണമെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നിട്ട് എന്നെ ഗൾഫിലേക്ക് പറഞ്ഞിറക്കാനുള്ള പരിപാടിയാണോ അമ്മായി മോളും കൂടി? കുറച്ച് കാലം കൂടി ഞാൻ ഈ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ എൻ്റെ ഉമ്മച്ചി,
എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഉമ്മച്ചിയുടെ താടിയിലൊന്ന് പിടിച്ചു. അത് കണ്ടിട്ടെന്നോണം ഉമ്മയെ നല്ലോണം സോപ്പിടുന്നുണ്ടല്ലോ മകൻ എന്നും പറഞ്ഞ് ഇത്ത കളിയാക്കി. അത് പിന്നെ എൻ്റെ ഉമ്മച്ചിയല്ലേ എന്നും പറഞ്ഞ് ഞാൻ ഉമ്മച്ചിയെ ഒന്നുകൂടെ കൊഞ്ചിച്ചു. വേണ്ട വേണ്ട, നിന്റെ കളി കൂടിയാലേ ഞങ്ങൾ ഇത് തന്നെ ചെയ്യും, നീ നോക്കിക്കോ എന്നും പറഞ്ഞ് ഉമ്മച്ചിയും ഇത്തയും പരസ്പരം നോക്കി ചിരിച്ചു. ആ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ആരോ വിളിച്ചതുകൊണ്ട് ഉമ്മ കുഞ്ഞിനെ മൊക്കത്തിരുത്തി വിളിച്ചവരുടെ അടുത്തേക്ക് നീങ്ങി. അമ്മായി അവളെ താഴെ ഇറക്ക് എന്നും പറഞ്ഞ് ഇത്തമ്മയെ ഉച്ചത്തിൽ വിളിച്ചു. അവളിവിടെ ഇരുന്നോട്ടെ, അതുകൊണ്ട് ഒന്നും വരാനില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ അവളെയും എടുത്ത് നടന്നു നീങ്ങി. അത് ഞാനും സെലീനത്തെയും കണ്ടു നിന്നു. ഉമ്മ അകന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്കിടയിൽ ആ ഒരു മൗനം വന്നു ചേർന്നു. രണ്ടുപേർക്കും എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു. ജനലരികെ പുറത്തുനിന്ന് മറ്റുള്ള കാറ്റും കണ്ടുകൊണ്ട് കുറച്ചു നേരം എൻ്റെ മനസ്സ് കീഴടക്കിയ സൗന്ദര്യം നിറഞ്ഞ സെലീനത്തെയും നോക്കി ഞാനങ്ങനെ നിന്നുപോയി. അല്ല ഇക്ക വരാറായില്ലേ എന്നെൻ്റെ പതിഞ്ഞ സ്വരത്തിലുള്ള ചോദ്യം കേട്ട് ഇത്ത പറഞ്ഞു. ഇല്ലടാ, 3 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇനി 2 വർഷത്തിലൊരിക്കലേ ലീവ് കിട്ടൂ എന്ന് പോകുമ്പോൾ പറഞ്ഞിട്ടാണ് പോയത്. അല്ല, നീ ഇപ്പോൾ എന്താ ചെയ്യുന്നേ, പഠിക്കുകയാണോ? ആ അതെ ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ. അതിനുശേഷം എന്താ നിൻ്റെ പ്ലാൻ? ഇതുവരെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നല്ല ജോലി ലഭിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കണം. ആ അത് നല്ലൊരു തീരുമാനമാണ്. പിന്നെ നിനക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ തന്നെ ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ലേ ഉപ്പ. നീ പിന്നെ ഒറ്റ മോനും കൂടിയല്ലേ, ഞങ്ങളെപ്പോലൊന്നും അല്ലല്ലോ. ആ അത് ശരിയായി എന്നാലും നമ്മൾ സ്വന്തം കാര്യം നിൽക്കുമ്പോൾ അതിനൊരു അന്തസ്സല്ലേ. ആ അത് ശരിയാ, സ്വന്തം കാര്യം നിൽക്കുമ്പോൾ കൂടെ കാലുകൾ വേണമെന്ന് തോന്നൽ ഉണ്ടായാൽ മതി എന്ന് ഇത്ത സ്വയം പറഞ്ഞ പോലെ ഒരു തോന്നൽ എനിക്ക് അനുഭവപ്പെട്ടു. എന്താ പറഞ്ഞേ ഞാൻ ചോദിച്ചു. അല്ലടാ, സ്വന്തം കാലിൽ നിൽക്കുന്നത് ഒരു അന്തസ്സ് തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത എന്നെ നോക്കി. ഞാൻ തിരിച്ചു. എനിക്കെന്തോ ഇത്തയുടെ മുഖഭാവമെല്ലാം മാറുന്ന പോലെ തോന്നി. എന്താ എന്തു പറ്റി? ഒന്നുമില്ലടാ, ഓരോന്ന് ആലോചിച്ചു പോയി. എന്താ ഇത്രയൊക്കെ ആലോചിക്കാനുള്ളേ ഞാൻ ചോദിച്ചു. അതിപ്പോൾ കളിച്ച് നടക്കുന്ന നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല സൈനു എന്നും പറഞ്ഞുകൊണ്ട് സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി ചിരിക്കുന്ന പോലെ ഇത്ത ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കാൻ നിന്നില്ല. വീണ്ടും ഓരോരോ തമാശകൾ പറഞ്ഞ് ഞാൻ ഇത്തയെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത്തയും എല്ലാം മറന്ന് എൻ്റെ തമാശകളിൽ മുഴുകി. ഇടയ്ക്ക് ഞാൻ ഇത്തയുടെ കയ്യിൽ നിന്നും മൊബൈൽ നമ്പറെല്ലാം വാങ്ങിച്ചു. തിരിച്ചിത്തയും എൻ്റെ ഫോൺ നമ്പർ വാങ്ങി. എനിക്കിത്തയോട് എന്തോ അകലാൻ പറ്റാത്ത അടുപ്പം വന്ന് തുടങ്ങി. അതിൻ്റെ മനസ്സിനെ വല്ലാണ്ട് ശല്യപ്പെടുത്തണം തുടങ്ങി. ഇത്തയോട് ഒരുമിച്ച് നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. സെലീനത്തയുടെ മുഖവും കണ്ണുകളും മാത്രമായി തുടങ്ങി എൻ്റെ മനസ്സിൽ. ഇത്തയുടെ ആ സൗന്ദര്യമെല്ലാം എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞുപോയി. ആരെ പറഞ്ഞിട്ടും കാര്യമില്ല, അത്രയ്ക്ക് മനോഹരമായിരുന്നു സെലീന എന്ന എൻ്റെ ഇത്ത. ദൈവം അത്രയ്ക്ക് സൗന്ദര്യം നൽകിയാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഓരോന്ന് ഞാൻ ഇത്തയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വാടാ, ഇനി വല്ലതും കഴിച്ചിട്ട് മതി, എന്നെ ഇങ്ങനെ നോക്കൽ എന്നും പറഞ്ഞുകൊണ്ട് ഇത്തോന്ന് ചിരിച്ചു. ഞാനൊന്നും തിരിച്ചു പറയാൻ കഴിയാതെ നിന്നുപോയി. അപ്പോഴെല്ലാം അറിയുന്നുണ്ട് ഇത്ത എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അയ്യോ എന്താ അങ്ങനെ പറഞ്ഞേ ഞാൻ ചോദിച്ചു. എടാ സൈനു, നീ എന്തൊക്കെ മനസ്സിൽ കണ്ടുവെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തവളാണോടാ? ഒന്നുമില്ലെങ്കിലും നിൻ്റെ ഈ പ്രായം കഴിഞ്ഞ് പോയതല്ല എനിക്കും. പിന്നെ ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾ എന്തൊക്കെ കാണുമെന്നും എന്തൊക്കെ ശ്രദ്ധിക്കുമെന്നും എനിക്കറിയാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത വീണ്ടും ചിരിച്ചു. അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ഷിബിലി കാക്കനെ പോലെ ആകുമോ ഇത്ത? ഞാനൊന്ന് എറിഞ്ഞു കൊടുത്തു. എടാ, എൻ്റെ ഇക്കാനെ പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത എന്നെ വേദനിപ്പിക്കാതെ തല്ലി. അല്ല,
ഇത്തയുടെ പറച്ചിലിന് മറുപടി അത്രയേ ഉള്ളൂ. ഓ, നിന്നോട് തർക്കിക്കാൻ ഞാനില്ലടാ. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. ഓ, മനസ്സിലാവുന്നുണ്ട് നിന്റെ നോട്ടത്തിൻ്റെയും ചിരിയുടെയും അർത്ഥങ്ങളല്ല. അതിപ്പോൾ ആരായാലും അടുത്ത് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് നിന്നാൽ ഒന്ന് നോക്കി പോകില്ലേ? ഞാനൊരു ആൺകുട്ടിയല്ല ഇത്ത, ഞാൻ പറഞ്ഞു. അതിത്താക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഓ, ആയിക്കോട്ടെ. എന്തായാലും ഇനി നീ അധിക നേരം ഇവിടെ നിന്നാൽ ശരിയാകില്ല. അതുകൊണ്ട് മോൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ. അല്ല, എൻ്റെ മോളിപ്പോൾ എവിടെ പോയി? പേടിക്കണ്ട ഇത്ത, ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല, ഒരു പാവാണ്. പിന്നെ മോളെ ഉമ്മയല്ലേ കൊണ്ടുപോയിരിക്കുന്നേ, അതുകൊണ്ട് പേടിക്കണ്ട. അവളെ ഉമ്മ പൊന്നു പോലെ നോക്കിക്കോളും. ഉമ്മക്ക് പെൺകുട്ടികളെന്ന് വെച്ചാൽ ജീവനാ, ഞാൻ പറഞ്ഞു. നിന്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് എനിക്കറിയില്ലല്ലോ, ഇത്ത പറഞ്ഞു. ഓ, അങ്ങനെ മാറുകയാണെങ്കിലും ഒരിക്കലും വേറൊരുത്തിയുടെ സമാധാനം കളയുന്ന ഒരാളായി ഞാൻ മാറില്ല ഇത്ത. പിന്നെ ആളുടെ സമ്മതമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. ആൾക്കും കൂടി ഇഷ്ടം വേണം, ഞാൻ പറഞ്ഞു. ആ, ആയിക്കോട്ടെ. മോനെന്നാ പോയി ഭക്ഷണം കഴിച്ചു വരാൻ നോക്ക്. എന്നാലേ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ചെടിക്ക് ഒരു കുറവില്ലാണ്ട് എല്ലാം കൊടുക്കാൻ പറ്റൂ. ഞാനെൻ്റെ മോളെയും നോക്കട്ടെ. ആ, ശരി, ഞാൻ കഴിച്ചു വരാം എന്നും പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഇത്തയുടെ അടുത്ത് നിന്ന്. ഇത്ത അങ്ങനെയെല്ലാം സംസാരിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. ആദ്യമായിട്ട് കണ്ടുമുട്ടിയതുപോലെ അല്ലായിരുന്നു ഇത്തയുടെ സംസാരം. ഒരുപാട് കാലം മുമ്പേ തമ്മിൽ അറിയാവുന്നവരെ പോലെ ആയിരുന്നു. ഇത്തയുടെ ആ നടത്തവും സൗന്ദര്യവും സംസാരവും ഒക്കെ എൻ്റെ കണ്ണുകൾക്ക് കുളിർമയേകി. ഒരിക്കലെങ്കിലും ആ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണമെന്ന മോഹം എന്നിൽ വന്നുകൂടി. ഭക്ഷണം കഴിക്കാനായി ഇരുന്നപ്പോഴും ഞാൻ ഏതോ ലോകത്തായിരുന്നു. ഇത്ത എന്ന സെലീനയിൽ ഞാൻ മയങ്ങിയിരുന്നു. സൈനു, എന്താടാ ആലോചിക്കുന്നേ? ഭക്ഷണം പിടിച്ചില്ലേ നിനക്ക് എന്നുള്ള എന്നെ അറിയാവുന്ന ആരോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലവും എന്തിനാണ് ഇരിക്കുന്നതെന്നും എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ഞാൻ കൈ കഴുകി വീണ്ടും പന്തലിൽ വന്നിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ സെലീന എന്ന ഇത്തയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് കൂട്ടുകാർ പറയുന്ന പല കഥകളും കേട്ടിട്ടുണ്ടെന്നല്ലാതെ എൻ്റെ ഉള്ളിൽ മറ്റ് ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാർ അവരവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പറയുമെങ്കിലും ഞാനതൊന്നും അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം അവർ വെറുതെ പറയുന്നതായിരിക്കും എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. എന്നാൽ സെലീനയെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അവന്മാർ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് മനസ്സിലായി. സുന്ദരിയായൊരു പെണ്ണ് വന്ന് കുറച്ചു നേരം അടുത്തു നിന്നാലോ, നമ്മുടെ എല്ലാം അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് അവന്മാർ പറഞ്ഞത് എല്ലാം ശരിയാണ്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം സെലീനത്തിയുടെ ആ കുഞ്ഞുമോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചേർന്ന് നിന്നു. അവൾ എന്നെ നോക്കി നിൽക്കാണ്. ആ, മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു നിന്നു. അങ്കിൾ കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ എൻ്റെ അടുത്തു നിന്നും ചിണുങ്ങി. ആ, അങ്കിൾ കഴിച്ചു, മോള് കഴിച്ചോ എന്നും ചോദിച്ച് ഞാൻ അവളുടെ തലയിൽ തലോടി. ആ അങ്കിൾ, ഞാൻ കഴിച്ചു. ആണോ? ആരാ മോൾക്ക് ഭക്ഷണം തന്നേ? ഉമ്മച്ചിയാണോ? ഞാൻ ചോദിച്ചു. അല്ല, പിന്നാരാ? അങ്കിളുടെ ഉമ്മച്ചി. ആ, ഉമ്മച്ചി എനിക്ക് തന്നില്ലല്ലോ, മോൾക്കാണോ തന്നേ? അതിന് അങ്കിൾ അങ്ങോട്ട് വന്നാലല്ലേ തരൂ, അവിടെയല്ലേ ഭക്ഷണം കൊടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു. കുഞ്ഞുങ്ങളുടെ സംസാരം കണ്ടും കേട്ടും ആസ്വദിക്കാൻ ഭയങ്കര രസമാണ്. അതും നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കുഞ്ഞാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായതുകൊണ്ട് അധികം ആരും ഞങ്ങൾക്കടുത്തുണ്ടായിരുന്നില്ല. അവളുമായി സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത്ത അങ്ങോട്ടേക്ക് വന്നത്. ആ, നീ ഇവിടെ നിൽക്കാണോ എന്നും ചോദിച്ചുകൊണ്ട് ഇത്ത അടുത്തേക്ക് വന്നു. എടി, നീ അങ്കിളെ കഴിക്കാൻ വിടുന്നില്ലേ? അങ്കിൾ പോയി കഴിച്ചു വന്നോട്ടെ മോളെ. അങ്കിൾ അതിന് കഴിച്ചല്ലോ, അങ്കിൾ എന്നോട് പറഞ്ഞു, അവൾ പറഞ്ഞു. നിനക്കിപ്പോൾ എന്നെ വേണ്ടാതായോ? അങ്കിളിനെയും ഉമ്മയും മതിയോ നിനക്ക്? ഇത്ത അവളോട് ചോദിച്ചു. അങ്കിൾ പാവല്ലേ ഉമ്മച്ചി?
അങ്കിള് പാവൊക്കെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ചെറു ചിരിയോടെ ഇത്തേനെ നോക്കി. അതെ, ഞാൻ ആരെയും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണെന്നാവോ എന്നെ ഇങ്ങനെ. ഞാൻ ഇത്തയോട് പറഞ്ഞു. എടാ, അതിന് പാവമാണെന്ന് തന്നെയല്ലേ ഞാനും പറഞ്ഞുള്ളൂ, അല്ലാതെ ഞാൻ തെറ്റായൊന്നും പറഞ്ഞില്ലല്ലോ, ഇത്ത പറഞ്ഞു. അല്ല, ആ പറച്ചിലിൽ ഒരാക്കലിൻ്റെ സ്വരമില്ലേ എന്നൊരു തോന്നൽ. അതിപ്പോൾ പെണ്ണുങ്ങളെയൊക്കെ നോക്കി നിൽക്കുന്നവന്മാർക്ക് അങ്ങനെ പലതും തോന്നും എന്നും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് ഇത്ത നിന്നു. അതിന് ഞാൻ ആരെയും നോക്കിയില്ലല്ലോ. പിന്നെ ഓരോരുത്തരുടെ പലതും കാണുമ്പോൾ അറിയാതെയാണെങ്കിലും ഒന്ന് നോക്കിപ്പോവും. അതിനിപ്പോൾ ഈ പാവത്തിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ഇത്തിയോട് പറഞ്ഞു. വേണ്ടാത്തടുത്ത് നോക്കി നിൽക്കാൻ ഞാൻ പറഞ്ഞോടാ നിന്നോട്, അല്ലേൽ ഞാൻ വിളിച്ച് കാണിച്ചു തന്നോടാ നിനക്ക് എന്നും പറഞ്ഞ് ദേഷ്യമുഖത്തോടെ ഇത്തേനെ നോക്കി. ഇത്ത ദേഷ്യം അഭിനയിക്കുകയാണെന്ന് ഇത്തയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അതിപ്പോൾ ഇത്രയും സൗന്ദര്യമുള്ള ആൾ ഒന്നും കാണിച്ചില്ലെങ്കിലും അതിനുള്ളിൽ ഓരോ തരയും സ്കാൻ ചെയ്തെടുക്കാൻ ഞങ്ങൾ ആണുങ്ങൾക്ക് നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ടല്ലോ, ഞാൻ പറഞ്ഞു. ആഹാ, അപ്പോൾ അതാണല്ലേ പണി. ഇവിടെ കാണുന്ന എല്ലാവരെയും നീ സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? കൊള്ളാലോ മോൻ. വെറുതെ അല്ല, നിനക്കൊരു കള്ള ലക്ഷണം, ഇത്ത പറഞ്ഞു. അതിന് ഞാൻ എല്ലാവരെയും ഒന്നും സ്കാൻ ചെയ്യുന്നില്ല, ഒരാളെ മാത്രമേ ഞാൻ സ്കാൻ ചെയ്യുന്നുള്ളൂ. അവളാണെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. അവൾ ഒന്ന് ഒഴിഞ്ഞു പോയാലല്ലേ വേറൊരാളെ നോക്കാൻ പറ്റും. അതാരാടാ അത്രയ്ക്ക് വലിയൊരു സുന്ദരി? വേറെ ആര്, അതിവളുടെ ഒമ്മിച്ച് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ കുഞ്ഞുമോളുടെ കവിളത്ത് ഒന്ന് തൊട്ടു. അത് കണ്ടപ്പോൾ ഇത്താക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റാതെ ഇത്ത എൻ്റെ മുന്നിൽ നിന്നും പരിങ്ങി. എന്തു പറ്റി, നാവ് ഇറങ്ങിപ്പോയോ? അയ്യടാ, നിന്നോട് തർക്കിച്ച് ജയിക്കാൻ എന്നെക്കൊണ്ടാകില്ല സൈനു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ചെറു പുഞ്ചിരി നൽകി ഇത്ത അവിടെ നിന്ന് പോയി. വീണ്ടും ഞാനും മോളും ഒരുമിച്ചായി. അവളുടെ സന്തോഷം കാണാൻ എന്തോ എനിക്കൊരുപാട് ഇഷ്ടമായി. കുറേ നേരം ഞാൻ എന്നെയും മറന്ന് ആ കുഞ്ഞു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്നെ തന്നെ നൽകി. അങ്ങനെ ഭക്ഷണം കഴിച്ച് ആളുകളെല്ലാം തിരിച്ചെത്തി തുടങ്ങി. ഞാൻ മോളെയും കൂട്ടി പുറത്തേക്കിറങ്ങി. അടുത്ത് വല്ല കടയുമുണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നു. അധിക ദൂരം പോകേണ്ടി വന്നില്ല. ഒരു കട കണ്ടെത്തി ഞങ്ങൾ അവിടെ നിന്നു. മോൾക്ക് വേണ്ട മിഠായും അവൾക്കിഷ്ടപ്പെട്ട ചോക്ലേറ്റ് എല്ലാം വാങ്ങി. എന്നിട്ട് കുറച്ചകലെ മാറി നിന്ന് ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ഞാനൊരു പുകയെടുത്തു. കുഞ്ഞിപ്പോൾ ഒരു പൂച്ചട്ടിക്കടുത്ത് പൂക്കൾ നോക്കിക്കൊണ്ട് നിൽക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കല്യാണ പന്തലിലേക്ക് നടന്നു. ആർക്കും മുഖം കൊടുക്കാതെ ഞാൻ ഒഴിഞ്ഞു മാറി. പന്തലിലേക്ക് വന്നു കയറിയ ഉടനെ ഉമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. എടാ, നീ എവിടെ പോയിരുന്നു? നിന്നെ എവിടെയെല്ലാം തിരക്കി? ഞാനിവിടെ പുറത്തുണ്ടായിരുന്നു ഉമ്മ, ഞാൻ പറഞ്ഞു. മോള് നിൻ്റെ കൂടെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ, അവളെ കാണാതായപ്പോൾ എന്തോ ഒരു പേടി, ഉമ്മ പറഞ്ഞു. അത് അവൾക്ക് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയി മേടിച്ചതാ ഉമ്മ. സെലീന അവളെ തിരക്കി വന്നിരുന്നു. ഞാൻ പറഞ്ഞു അവൻ്റെ കൂടെ പോയതായിരിക്കുമെന്ന്. നീ ഇവളെ ഒന്ന് സെലീനാൻ്റെ അടുത്തുനിന്ന് കാണിച്ചും പോര്, എന്നാലേ അവൾക്ക് സമാധാനമാകും. ഇതേക്കാളും ഉമ്മയ്ക്കായിരുന്നു പേടി. ഉമ്മക്ക് പെൺകുട്ടികളെന്ന് വെച്ചാൽ ജീവനാണ്. പെൺകുട്ടികളില്ലാത്തതിൻ്റെ കാരണമാണത്. ഞാൻ ഒറ്റമോനായി പിറന്നതല്ലേ. എനിക്ക് മുന്നേ ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു ഉമ്മക്ക്. അവൾ ജനിച്ച് 6 മാസം ആവുന്നതിന് മുമ്പേ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. അതിൻ്റെ വിധിയാണോ അതോ ഉമ്മയുടെ വിധിയാണോ എന്ന് എനിക്കറിയില്ല. സഹോദരങ്ങളില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. എന്തായാലും ഉമ്മയ്ക്ക് പെൺകുട്ടികളെ കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഞാൻ മോളുമായി സെലീനത്തയുടെ അടുത്തേക്ക് പോയി. മോളെ കണ്ടതും ഇത്ത സന്തോഷത്തോടെ അവളെ വാങ്ങി ഉമ്മ വെച്ചു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇത്ത എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതെല്ലാം കഴിഞ്ഞ് ഇത്ത എന്തോ മണം പിടിക്കുന്ന പോലെ ഒരു വരവ്. ആ, നിനക്കപ്പോൾ ഇതൊക്കെ ശീലമുണ്ടല്ലേ? ഇത്ത ചോദിച്ചു. എന്ത്? അല്ല, നീ ഇപ്പോൾ എന്താ ചെയ്ത് വന്നിരിക്കുന്നേ? എന്താ ഇത്ത എന്ന് അറിയാത്ത പോലെ ഞാൻ ചോദിച്ചു.
ഇത്താക്ക് പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. അല്ല, എന്ന് തുടങ്ങി ഈ ശീലമൊക്കെ? എന്ത്, ഒന്ന് തെളിച്ചു പറ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തിരിഞ്ഞു പോകാനായി ശ്രമിച്ചു. നീ ഒഴിഞ്ഞു മാറി പോവണ്ട സൈനു, നിന്നെ നല്ലോണം മണക്കുന്നുണ്ടല്ലോ. എപ്പോൾ തുടങ്ങി? അതാ ചോദിച്ചേ. ഏ, ആര്? ഞാനോ? ഇത്താക്ക് അത് തോന്നുന്നതാ. എടാ, ഇതിൻ്റെ മണം അറിയാത്തവളൊന്നുമല്ല ഞാൻ. നീ പറയുന്നോ അതോ ഞാൻ നിൻ്റെ ഉമ്മയെ വിളിക്കണോ? ഓ, എൻ്റെ ഇത്ത, അത് ചോറ് കഴിച്ചപ്പോൾ ഒന്ന് തോന്നി, അതാ. ഞാൻ വിചാരിച്ചത് നീ നല്ല കുട്ടിയായിരിക്കുമെന്നാ. ഏ, അതിനിപ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഇതൊക്കെ ഇത്ര വലിയ കുറ്റാണോ? ഞാൻ ചോദിച്ചു. എടാ, ഇന്നിത്, നാളെ വേറെ വല്ലതും തോന്നിയാൽ നീ എന്തു ചെയ്യും? എല്ലാം കമ്പനി കൂടി നടക്കുന്നതിൻ്റെ സ്വഭാവമാണ്, ഇത്ത പറഞ്ഞു. അല്ല ഇത്ത, ഇതിന് മാത്രം ഇപ്പം എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായത്? ഇതൊക്കെ ചെറിയൊരു കാര്യമല്ലേ. ഒന്ന് പോയടാ, ഇതൊക്കെ തന്നെയാ എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതൊരിക്കൽ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടാ. ഇത്ത, ഞാൻ അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും. ആടാ, അങ്ങനെ തന്നെയാ എല്ലാവരും പറയുന്നേ. ആരും അങ്ങനെ സമ്മതിക്കാറില്ല. അവസാനം എല്ലാം കൈവിട്ടു പോയ ശേഷം ആലോചിക്കത്തേ ഉള്ളൂ. ആണോ? എന്നാ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞാനിനി അത് കൈകൊണ്ട് തൊടില്ല. ഇതെൻ്റെ ഇത്തയാണ് സത്യം. സോറി, എൻ്റെ ഉമ്മയാണ് സത്യം. അങ്ങനെയാ നിനക്ക് നല്ലത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതെല്ലാം ചീത്ത സ്വഭാവമാണെന്നൊക്കെ ഇത്ത പറഞ്ഞ് കുറേ ക്ലാസ് എടുത്തു. ഇത്തയെ കണ്ടതിന് ശേഷം ആദ്യമായിട്ട് ഇത്തയുടെ അടുക്കൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതിയെന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. എല്ലാം കേട്ടു കഴിഞ്ഞ് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഊരിപ്പോന്നു. അങ്ങനെ കല്യാണ ദിവസത്തിൻ്റെ അവസാന ചടങ്ങുകളിലേക്ക് കടക്കുകയായി. പുതിയാപ്ല വന്നു. നിക്കാഹ് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് പുതിയൊണ്ണിയും കൂട്ടി പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെണ്ണിനെ അനുഗമിച്ച് ഞങ്ങൾ കുറേ പേര് ഇവിടെ നിന്ന് വരണ്ട വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. ഞാനും ഉമ്മയും ഞങ്ങളുടെ കാറിൽ പോകാനായി ഒരുങ്ങി. അല്ല സൈനു, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. വണ്ടിയിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ടല്ലോ. ആരെങ്കിലും വരുന്നുണ്ടോ ആവോ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഓ, ഇനി ആരെയാണെന്നാവോ ഉമ്മ വലിച്ചുകൊണ്ട് വരുന്നേ എന്നാലോചിച്ച് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. സെലിനത്തെ നന്നായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. ഇല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാറിൻ്റെ മുൻ ഡോർ തുറന്ന് ഉമ്മ കാറിൽ കയറി. ബാക്കിലെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ആകാംക്ഷയോടെ ഞാൻ പിറകിലേക്ക് നോക്കി. ആദ്യം ഒരു വയസ്സായ ഉമ്മുമ്മ കയറി. ഓ, ഇവർക്കൊന്നും വേറെ പണിയില്ലേ? ഈ വയസ്സാം കാലത്ത് ഇവർക്ക് എന്തിൻ്റെയാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തിരിഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞ് അങ്കിളേ എന്നുള്ള വിളി എൻ്റെ കാതിൽ മുഴങ്ങിക്കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതെ, അവർ തന്നെ. എൻ്റെ ആഗ്രഹങ്ങളെ ഉണർത്തിയ സെലീന എന്ന സുന്ദരിയും അവരുടെ മകളും പിന്നെ അവരുടെ ഉമ്മയും, ഷിബിലാക്കാൻ്റെ ഉമ്മ. എനിക്ക് എന്തോ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം അനുഭവപ്പെട്ടു. ഞാൻ ആ കുഞ്ഞിനെ നോക്കി ചിരിച്ചുകൊണ്ട് ആഹാ, നീ വന്നോ എന്ന് ചോദിച്ചു. അതിനുള്ള മറുപടി തന്നത് എൻ്റെ ഉമ്മയാണ്. ആടാ, ഞാൻ ചെന്നപ്പോൾ അവൾ അവിടെ ഇരുന്ന് കരയായിരുന്നു, നിന്നെ കാണുന്നില്ലെന്നും പറഞ്ഞ്. ആണോടി എന്നും പറഞ്ഞ് ഞാൻ അവളെ ഒന്ന് നോക്കി. അവൾ അപ്പോൾ തന്നെ സെലീനത്തിൻ്റെ മറവിലേക്ക് ഒളിച്ചു. ഇപ്പോൾ എന്താ കണ്ടപ്പോൾ മാറുന്നേ എന്നും പറഞ്ഞ് ഇത്തവളെ കളിയാക്കി. അത് കാണുവാനായി ഞാനിക്കടെ മറവിലേക്ക് എത്തി നോക്കി. അത് കണ്ടിട്ടാണോ ഇത്ത ഷോളൊന്ന് നേരെയാക്കി. അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് തോന്നിയത്. ഞാൻ ആരും കാണാത്ത പോലെ മറവിൽ നോക്കി ചിരിച്ചു കാണിച്ചു. പിന്നിൽ നിന്നും ഇത്ത അത് കണ്ടുവെന്ന് ഞാൻ ഉറപ്പു വരുത്തി. എൻ്റെ ചിരി കണ്ട ഇത്ത കൊഞ്ഞളും കുത്തിയ പോലെ എന്നെ കാണിച്ചു. ഇതെല്ലാം മറവിൽ കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. ഞാൻ അതും ആസ്വദിച്ചുകൊണ്ട് ഉമ്മയോട് എങ്കിൽ പോകാം, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആടാ പോകാം എന്നും പറഞ്ഞ് ഉമ്മ ഗ്രീൻ സിഗ്നൽ തന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ മോളെയും കളിപ്പിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്തത്. ഇടയ്ക്ക് മിററിൽ നോക്കി ഇത്തേന്ന സൗന്ദര്യത്തെ ഞാൻ വേണ്ടുവോളം ആസ്വദിച്ചു. അതെല്ലാം ഇത്തയും കാണുന്നുണ്ടായിരുന്നു. ഇത്ത പിറകിൽ നിന്നും ആരും കാണാതെ എന്നോടും എന്തോ കാണിക്കുന്നുണ്ടായിരുന്നു.
ഉമ്മ കല്യാണത്തിൻ്റെ ക്ഷീണം നല്ലോണം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാറിൻ്റെ AC ഉണക്കി ഒന്ന് തണുപ്പായപ്പോഴേ ഉറക്കം തുടങ്ങി. പിന്നെ രണ്ടുപേരും ഉള്ളതും ഇല്ലാത്തതും കണക്കാം. അതുകൊണ്ട് തന്നെ എനിക്കും ഇത്താക്കും മോളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അവളാണെങ്കിൽ പുറത്തെ കാഴ്ചകൾ കണ്ട് രസിക്കുകയായിരുന്നു. കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും മടിയാവുന്ന എനിക്ക് എന്താണെന്നറിയില്ല. ഇപ്പോൾ എത്ര ദൂരം വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാൻ കൊതിയാവുന്ന പോലെ. ഇത്തയുടെ ഓരോ പ്രവൃത്തിയും ഞാൻ അത്രയ്ക്ക് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇത്തയുടെ സൗന്ദര്യം ഓരോ നിമിഷവും കൂടിക്കൂടി വരുന്നത് ഞാൻ കണ്ടു. ഇതാണെങ്കിലോ അതിനനുസരിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുമുണ്ട്. ആ യാത്ര കൂടി ആയപ്പോൾ എനിക്കെൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കാൻ കഴിയാത്ത പോലെയായി ഇത്തയും ഇത്തയുടെ സൗന്ദര്യവും. അങ്ങനെ ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലെത്തി. എല്ലാവരും കുശലങ്ങൾ പറഞ്ഞിരുന്നു. ഉമ്മാക്ക് ക്ഷീണം വിട്ടുമാറിയില്ല. അവിടെ നിന്നായിരുന്നു ഞാനും ഇത്തയും വേർപിരിയാനാകാത്ത അത്രയും അടുത്തത്. അതിനൊരു കാരണവുമുണ്ട്. അവിടെ എത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ വാശി. ഇത്ത അവളെയും കൂട്ടി എൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നോടായി വേറെ ആരും കേൾക്കാതെ ഇത്ത പറഞ്ഞു, ഇവൾക്കിപ്പോൾ നിന്നെ മതി, പ്രസവിച്ച എന്നെ വേണ്ടാതായി. ആ അങ്ങനെയാ, സ്നേഹം കിട്ടുന്നതിന് ആരായാലും എത്തിച്ചേരും. അതിപ്പോൾ പ്രസവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്ത് സ്നേഹമാണെന്നാവോ നീ ഇവൾക്ക് കൊടുത്തത്, എന്നറിഞ്ഞാൽ എനിക്ക് കൊള്ളാമെന്നുണ്ട്. ഇത്ത പറഞ്ഞു. ആ അങ്ങനെ പറഞ്ഞു നടക്കാനൊന്നും കഴിയില്ല. ഒന്ന് വന്ന് നോക്ക്, അപ്പോൾ സ്വയം അനുഭവിച്ചറിയാം. അല്ലാണ്ട് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ഈ സ്നേഹം. ഞാൻ പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ, നിൻ്റെ സ്നേഹം എന്തിനാണുള്ളതെന്നൊക്കെ എനിക്കറിയാം. അത് എന്ത് കണ്ടിട്ടാണെന്നും എനിക്കറിയാം മോനെ. നീ അവളെ സ്നേഹിക്കുന്നത് അവളെ കണ്ടിട്ടല്ലെന്നും അവളുടെ ഉമ്മയായ എന്നെ കണ്ടിട്ടാണെന്നും അറിയാത്ത പൊട്ടിയൊന്നും അല്ലട്ടോ ഞാൻ, കേട്ടോടാ, ഇത്ത പറഞ്ഞു. ഓ അപ്പോൾ മനസ്സിലായല്ലേ. ഇനിയിപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ് സമയം കളയണ്ടല്ലോ. ഞാൻ പറഞ്ഞു. ഡാ സൈനു, വേണ്ടട്ടോ. നീ എന്നെ ഒരുപാട് സ്നേഹിച്ചാൽ ചിലപ്പോൾ ഞാൻ വീണു പോകും. ഞാനും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉള്ളൊരു മനുഷ്യൻ തന്നെ അല്ലേടാ. സൗഭാഗ്യങ്ങൾ കൊതിക്കുന്ന ഒരു മനസ്സ് എനിക്കും ഉണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത എന്നെ നോക്കാതെ തല താഴ്ത്തി നിന്നു. ഞാനൊന്ന് ഇത്തയുടെ മുഖത്തേക്ക് നോക്കിയതും ഇത്തയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിയുന്നത് ഞാൻ കണ്ടു. അയ്യേ, എന്താ ഇത്ത ഇത്? ആരെങ്കിലും കാണും, വേഗം കണ്ണു തുടയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെലീൻ ഇത്തയുടെ കൈകളിൽ മെല്ലെ പിടിച്ചു. ആ സമയം ഇതുവരെ ഇല്ലാത്ത ഒരു സന്തോഷം എൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി. ആദ്യമായി ഞാൻ എൻ്റെ സുന്ദരിയെ, എൻ്റെ സൗന്ദര്യത്തെ കൈകൊണ്ട് സ്പർശിച്ചു എന്നതെനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. വീണ്ടും ഞാൻ ഇത്തയോട് പറഞ്ഞു, ഇത്ത ആരെങ്കിലും കാണും. ഇത്ത എന്നെ നിന്ന് നോക്കിക്കൊണ്ട് വേഗം കണ്ണു തുടച്ചു. എന്നിട്ട് മോളെയും പിടിച്ച് എൻ്റെ അരികിൽ തന്നെ നിന്നു. അപ്പോഴും എൻ്റെ കൈകൾ ഇത്തയുടെ കൈയുമായി കൂട്ടിച്ചേർന്ന് കിടക്കാണ്. എനിക്കാണെങ്കിൽ എന്തൊക്കെയോ അനുഭവപ്പെടാനും തുടങ്ങി. എൻ്റെ ആൾ തല പൊക്കി. ആരും ആഗ്രഹിക്കുന്നൊരു പെണ്ണ് വന്ന് നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഏത് തളർന്നു കിടക്കുന്നവനും ഒന്ന് എഴുന്നേറ്റ് പോവും അല്ലേ? ഞാൻ ഒരുപാട് പണിപ്പെട്ട് അതിനെ മനസ്സിൽ തന്നെ ഒതുക്കി. ഇത്ത, മോളിവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ പോയി കഴിച്ചും വരൂ എന്നും പറഞ്ഞ് ഞാൻ ഇത്തയെ കഴിക്കാനായി പറഞ്ഞയച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഞാൻ ഇത്തയെ പറഞ്ഞയച്ചു. ആരെങ്കിലും കണ്ടാൽ തീർന്നു എന്നൊരു ഉൾവിളി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തയുമായി ഇനിയും അടുക്കാൻ സമയമുണ്ട്. ആർക്കും അത്ര പെട്ടെന്ന് കൊത്തി പറിക്കാൻ കഴിയുന്ന മാമ്പഴമല്ല ഇത്, അതെനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അടുക്കൽ നിന്നും മാറിപ്പോകുന്നത് ഇഷ്ടമില്ലായിരുന്നിട്ടും ഞാൻ പോകാൻ പറഞ്ഞത്. അവിടുത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ വന്ന് കയറി. മോൾ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം ആസ്വദിച്ചും രസിച്ചും എൻ്റെ ഉമ്മ അവളെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞുപോയി. മിററിൽ ഇത്തയുടെ മുഖം തെളിയുന്നുണ്ട്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ എനിക്ക് മിററിലൂടെ കാണാൻ സാധിച്ചു. എനിക്കപ്പോൾ സെലീന ഇത്തയോട് ആഗ്രഹമല്ല, അതിനുപരി അവരോട് യഥാർത്ഥ സ്നേഹമായിരുന്നു അനുഭവപ്പെട്ടത്. അവരെ എന്നേക്കുമായി സ്വന്തമാക്കാനുള്ള ആഗ്രഹം എന്നിൽ യാഥാർത്ഥ്യം തോന്നി. ആഗ്രഹത്തേക്കാൾ മനസ്സിൽ നിന്നും ഉയർന്നു വരുന്ന സ്നേഹം എന്നത്
നമ്മുടെ എല്ലാ ജീവവായും പോലെ പരിശുദ്ധമെന്ന് തോന്നി തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു അത്. ഞാൻ തെറ്റിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. എന്നിരുന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് എന്ത് കിട്ടിയിട്ടാണോ അതെനിക്ക് കിട്ടിയേ തീരുമെന്ന വാശി എന്നെ ഒരുപാട് മാറ്റി. കാറിനുള്ളിലെ തണുപ്പ് കൊണ്ട് മരവിച്ചിരിക്കുന്ന എനിക്ക് ഇത്തയുടെ ആ മുഖം കാണാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഓരോ പ്രാവശ്യം ഞാൻ മിററിലൂടെ നോക്കുമ്പോഴും എനിക്കെന്തോ എന്നെ തന്നെ നഷ്ടപ്പെടുന്ന പോലെ തോന്നി. മോളുടെ ഓരോ പ്രവൃത്തിയുമായിരുന്നു എന്നെ അതിൽ നിന്നും മുക്തനാക്കിക്കൊണ്ടിരുന്നത്. അവളുടെ കൊഞ്ചിക്കൊഴിഞ്ഞുള്ള സംസാരവും ഓരോ പ്രവൃത്തിയും എന്നേക്കാളുപരി എൻ്റെ ഉമ്മയായിരുന്നു രസിപ്പിച്ചിരുന്നത്. അതിൽ ലയിച്ചിട്ടാകണം പതുക്കെ ഇത്തയും മാറി. ഇത്തയുടെ കാണാനഴകുള്ള ചിരിയെല്ലാം പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി. ഇത്ത പഴയ നിലക്ക് തിരിച്ചെത്തി. കുറേ ദൂരം സഞ്ചരിക്കാനുണ്ടായിട്ടും വേഗം എത്തിച്ചേരുന്ന പോലെ തോന്നി. ഇത്തയുടെ ചിരിയും കൊഞ്ചലും ഇനി അധിക ദൂരം കാണാൻ കഴിയില്ല എന്നാലോചിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് തുടർന്നു. അങ്ങനെ ഞങ്ങൾ എവിടെ നിന്ന് തിരിച്ചുവോ അവിടെ തിരിച്ചെത്തി. വണ്ടി നിർത്തി ഞാൻ മോളെ കളിപ്പിക്കുന്ന പോലെ തിരിഞ്ഞുകൊണ്ട് ഇത്തയുടെ കണ്ണിലേക്ക് നോക്കി. എന്തോ ഒരു നിരാശ ഇത്തയുടെ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിലേറെ നിരാശഭാവത്തോടെ ഞാൻ ഇത്തയെ നോക്കി നിന്നു. ഇനി ഇങ്ങനെയൊന്നും കാണാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു ആ നിരാശയുടെ അർത്ഥം. അങ്കിളെ, വീടെത്തി എന്നും പറഞ്ഞു മോൾ വിളിച്ചപ്പോഴാണ് ഞാനും ഇത്തയും കണ്ണുകൾ മാറ്റിയത്. നോക്കുമ്പോൾ ഞാനും മോളും ഇത്തയും മാത്രമേ വണ്ടിയിലുള്ളൂ. ഉമ്മയും മറ്റുള്ളവരും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. നല്ല ഭാഗ്യത്തിന് ഇറങ്ങിയ ഉടനെ ഉമ്മയെ ആരോ വിളിച്ചതിനാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. പതിയെ ഇത്ത കാറിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒന്നുകൂടി ബാക്കിലേക്ക് നോക്കി, എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ. ഞാൻ വിചാരിച്ച പോലെ തന്നെ മോളുടെ എന്തൊക്കെയോ വണ്ടിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഇത്തയുടെ മൊബൈൽ ഫോണും. എന്നെ നോക്കാനുള്ള വിഷമം കൊണ്ടാണോ എന്തോ ഇത്ത തിരിഞ്ഞു നോക്കാതെ നടന്നു തുടങ്ങിയിരുന്നു. ഞാൻ കാറൊന്ന് ഒതുക്കി നിർത്തിയിട്ട് ഇറങ്ങി ബാക്കിലേക്ക് പോയി ഇത്തയുടെ ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വണ്ടി ലോക്കാക്കി ഞാൻ ഇത്തയെ ലക്ഷ്യമാക്കി നടന്നു. പന്തലിലേക്ക് കയറി ഇത്ത വേഗത്തിൽ വീടിൻ്റെ അകത്തേക്ക് കയറുന്നത് കണ്ടു. ഞാൻ പിറകെ പോയെങ്കിലും ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞ വീടിൻ്റെ ഉള്ളിൽ അവരുടെ കൂടെ ഇത്തയെ കിട്ടിയിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ക്ഷമിച്ചു നിന്നു. എൻ്റെ നല്ല ഭാഗ്യത്തിന് ഇത്ത മുകളിലേക്ക് പോകുന്നത് കാണാൻ പറ്റി. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് വീക്ഷിച്ച ശേഷം ഞാൻ പതുക്കെ മേലേക്ക് കയറിപ്പോയി. ഇത്ത മെല്ലെ ഒരു റൂമിലേക്ക് വേഗത്തിൽ കയറി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാനും ആ റൂം ലക്ഷ്യമാക്കി നടന്നു. ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് തുറക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ പുറത്ത് കാത്തു നിന്നു. അതിനും ഒരു രസമുണ്ട് അല്ലേ? കുറച്ച് കഴിഞ്ഞ് ഇത്ത ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു. എന്നെ കണ്ടതും "അല്ല, നീ എന്താ ഇവിടെ?" എന്നിത്ത ചോദിച്ചു. "ഞാൻ ഇത്തയെ കാണാൻ വന്നതാ," ഞാൻ പറഞ്ഞു. "അതെന്തിനാണെന്നാവോ?" ഇത്ത ചോദിച്ചു. "ഒന്നുമില്ല, വെറുതെ." "ഞാനൊന്ന് ബാത്റൂമിൽ പോയതാടാ" എന്നും പറഞ്ഞ് ഇത്ത എന്തോ പറയാനായി വന്നതും "അതിന് തന്നെയല്ലേ?" എന്ന് ഞാൻ കളിയാക്കി ചോദിച്ചു. "പിന്നെ അല്ലാണ്ട് എന്തിനാടാ? എന്താണ് മോൻ്റെ വിചാരം?" എന്നിത്ത എന്നോട് തിരിച്ചു ചോദിച്ചു. "ഓ, നീ അങ്ങനെ ചിന്തിച്ചോ?" എന്ന് ഇത്ത എന്തോ ഓർത്തെടുക്കുന്ന പോലെ പറഞ്ഞു. "എങ്ങനെ ചിന്തിച്ചോന്ന്?" "ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല." "പിന്നെ എന്തിനാണെന്നാവോ നീ ഇങ്ങോട്ട് വന്നത്?" ഇത്ത ചോദിച്ചു. "അത് എനിക്കും ബാത്റൂമിൽ പോവാൻ." "ഓ, എന്നാ പോയിട്ട് വാ." "അല്ല, ഇനി അതിന് തന്നെയാണോ? വേറെ വല്ല ഉദ്ദേശം ഉണ്ടോടാ?" ഇത്ത ചോദിച്ചു. "ഓ, നമുക്കൊക്കെ എന്ത് ഉദ്ദേശം?" "അല്ല, നിൻ്റെ കയ്യിലിരിപ്പ് അതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണേ." "എൻ്റെ കയ്യിലിരിപ്പ് അവിടെ ഇരിക്കട്ടെ, എൻ്റെ കയ്യിൽ വേറൊരു സാധനം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്" എന്നും പറഞ്ഞ് ഞാൻ മൊബൈലിൻ്റെ ഒരറ്റം ഇത്തയെ കാണിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടിക്കേറി. "എടാ, ഇതെൻ്റെ മൊബൈലല്ലേ?" എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത റൂമിലേക്ക് എൻ്റെ പിറകെ കയറി. ഞാൻ ഓടി റൂമിൻ്റെ അറ്റത്ത് പോയി നിന്നുകൊണ്ട് വീണ്ടും മൊബൈൽ പൊന്തിച്ച് കാണിച്ചു. പാവം, എൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാതെ ഇത്ത എൻ്റെ പിറകെ റൂമിൻ്റെ അങ്ങേയറ്റത്തേക്ക് ഓടി വന്നതും ഞാൻ ഓടി വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങി. "എടാ, നീ ബാത്റൂമിൽ പോകാൻ വന്നതല്ലേ, പോടാ" എന്നും പറഞ്ഞ് ഇത്ത നിന്നു.
ആരാ പറഞ്ഞേ ഞാൻ അതിന് വന്നതാണെന്ന്? ഞാൻ എൻ്റെ എത്തിയൊന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയല്ലേ ഈ വരവ് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഡോറടച്ച് കുറ്റിയിട്ടു. സൈനു, എടാ നീ വാതിൽ തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട് വാതിലിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ഞാൻ വാതിലും ചാരി അങ്ങനെ നിൽക്കായിരുന്നു. എടാ ആരെങ്കിലും വരും സൈനു, നിന്റെ കളി മാറ്റ് എന്നും പറഞ്ഞുകൊണ്ട് വാതിലിൻ്റെ ലോക്ക് പിടിക്കാനായി ശ്രമിച്ചു. ഇങ്ങനൊരവസരം ഇനി ഇവിടെ നിന്ന് കിട്ടില്ലെന്ന് എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറയാൻ തുടങ്ങി. വേഗം എന്തെങ്കിലും ചെയ്തു തുടങ്ങിക്കോ സൈനു എന്ന് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിനോടും ബുദ്ധിയോടും ആരോ പറയുന്ന പോലെ തോന്നി. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി ഇനി എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അത് ഞാൻ ഇനി ഇടാൻ പോകുന്നത് എൻ്റെ പ്രീമിയം ചാനലിലായിരിക്കും. അതിൽ കയറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതിൽ ഒരു ലിങ്കുണ്ട്, അതിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.